ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് ആബ്സലൂട്ട് ബെൻഡൻ കോമിക് ആണ്. ഇത് സാധാ ബെൻഡൻ അല്ല, ഇത്തിരി കൂടി ഡാർക്കർ ആയ ബെൻഡൻ ആണ്. ഇത് സെക്കൻഡ് ഇഷ്യൂ ആണ്. ഫസ്റ്റ് ഇഷ്യൂ കാണാത്തവർ ചാനൽ കയറി അത് കണ്ടിട്ട് വരിക. അപ്പൊ നമുക്ക് ഈ കഥയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഗന്നിനെയാണ്. അതിൽ ഗൻ പറയാണ്, ഇത് എന്തായാലും എന്റെ തെറ്റല്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ഇമ്മച്ചർ കസിൻ ക്രൈ ബേബി പോലെ കാട്ടിലേക്ക് ഓടിപ്പോവാൻ നോക്കിയാണെങ്കിൽ അവനെ പൊക്കോട്ടെ എന്ന് ഞാൻ പറയായിരുന്നു. ഇത് എന്തായാലും എന്റെ പ്രശ്നമല്ല. ഇത് എന്താണ്, ഞാൻ ഇത് മുൻപ് ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല. മാക്സ് അപ്പൂപ്പൻ എപ്പോഴാണ് ഈ ആക്രി പുതുക്കിയത് ഈ നൂറ്റാണ്ടിൽ? അപ്പൊ ഇപ്പുറത്ത് ബെൻ ഹീറ്റ് ബ്ലാസ്റ്റ് ആയി ആ കാട് മൊത്തം തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബെൻ പറയാണ്, എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഇത് നോർമൽ അല്ല, എനിക്ക് പേടിയാക്കുന്നു. എനിക്ക് മനസ്സിലായില്ല. ഒരു മിനിറ്റ് മുന്നേ എനിക്ക് 4 കൈകളായിരുന്നു, പിന്നെ ഞാൻ ഇങ്ങനെയായി. ഞാൻ എങ്ങനെ എന്റെ നോർമൽ രൂപത്തിലേക്ക് പോകും? പെട്ടെന്ന് ബെന്നിന് എന്തോ സംഭവിക്കാണ്. പെട്ടെന്ന് ബെൻ പലതരം ഏലിയൻസായി അവിയല് പരുവത് പോലെ ആവാണ്. പിന്നെ ബെൻ പെട്ടെന്ന് മറ്റേ സ്പീഡിൽ ഓടുന്ന ഏലിയനെ പറക്കുന്ന ഏലിയനും കൂടി ചേർന്ന ഒരു സാധനമാവാണ്. അപ്പൊ ബെൻ പറയാണ്, നിർത്ത് പ്ലീസ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. പെട്ടെന്ന് ആ ഏരിയയിൽ നിന്ന് ബെന്നിന്റെ രൂപത്തിലേക്ക് തന്നെ മാറാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ വാച്ചിൽ പിടിച്ച് പറയാണ്, പ്ലീസ് എന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യ്, എനിക്ക് വീട്ടിൽ പോകണം. അപ്പൊ ഇപ്പുറത്ത് ഗ്രാൻഡ് പാ മാക്സ് പറയാണ്, ബെന്നിനെ കണ്ടെത്തി രക്ഷപ്പെടുത്തി നമുക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? അതും പറഞ്ഞ് ഗ്രാൻഡ് പ നേരെ എത്തുന്നത് മറ്റേ മിലിറ്ററി ക്യാമ്പ് ഉള്ളിടത്തേക്കാണ്. അപ്പൊ ഗ്രാൻഡ് പ പറയാണ്, ഇത് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പൊ അവർ ഗ്രാൻഡ് പനെ കണ്ടിട്ട്, നീ അനങ്ങരുത്. അപ്പൊ ഗ്രാൻഡ് പ, ഓക്കെ ഓക്കെ, ഞാൻ അനങ്ങുന്നില്ല. നിങ്ങൾ വരാൻ കുറെ വൈകിയല്ലോ കുട്ടികളെ. ഞാൻ നല്ല സെക്യൂരിറ്റി പ്രൊട്ടക്ഷനിലാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ എന്നെ നിങ്ങളുടെ ലീഡറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. അപ്പൊ ആദ്യത്തെ ഒരു സോൾജർ പറയാണ്, എനിക്കിത് നിയമലംഘനമായി തോന്നുന്നു. ഈ സ്ഥലത്ത് ഒരുപാട് വേട്ടക്കാർ ഒളിച്ചു നടക്കാറുണ്ട്. അപ്പൊ മറ്റേ സോൾജർ, എനിക്ക് തോന്നുന്നില്ല, നമ്മ വിരലടയാളം എടുത്തതല്ലേ? അയാൾ പറഞ്ഞത് അയാൾ ഒരു ക്യാമ്പിംഗ് ട്രിപ്പിന് വന്നതാണെന്നല്ലേ? പക്ഷെ അയാൾക്ക് കോഡ് വർക്ക് ക്ലിയറൻസും ഉണ്ട്. എന്നിട്ട് നമ്മുടെ ഗ്രാൻഡ് പാ അടുത്തേക്ക് വന്നിട്ട് ഇവര് പറയാണ്, മാക്സ് ടെൻസൺ, വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് സോറി. ഗസ്റ്റിനെ വെക്കാനായി ഒരു നല്ല സ്ഥലമൊന്നും ഇവിടെയില്ല. അപ്പൊ ആ സോൾജർ, ഞാൻ കേണൽ റോസിയും, ഞാനാണ് ഇൻചാർജ്. അപ്പൊ നിങ്ങൾ ക്യാമ്പിങ്ങിന് വന്നതാണല്ലേ? അപ്പൊ ഗ്രാൻഡ് പാ, അത് ശരിയാണ്. ശരിക്കും എനിക്ക് നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട്. എന്റെ ഈ നടത്തം കാരണം ഞാൻ കാട്ടിൽ വഴിതെറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചില പാഠങ്ങൾ നമ്മൾ അനുഭവിച്ച് തന്നെ പഠിക്കണമല്ലേ? അപ്പൊ ആ സോൾജർ, അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചേരുന്നത് ഒരു കോയിൻസിഡൻസ് എന്നാണോ? അപ്പൊ ഗ്രാൻഡ് പാ, ഒരു ആക്സിഡന്റ് പോലെയാണെന്ന് പറയുന്നത് ആവും കൂടുതൽ ശരി. രാത്രി മുഴുവൻ അലയുന്നതിനേക്കാൾ നല്ലതാണിത്. അപ്പൊ കേണൽ, ശരി മിസ്റ്റർ ടെൻസൺ, ഇനി നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ വന്നുപെട്ടിരിക്കുന്നത് വലിയൊരു അപകടകരമായ മിഷനിന്റെ നടുവിലാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ ജോലി സീരിയസ് ആയി ചെയ്യണം. അപ്പൊ ഗ്രാൻഡ് പാ, അതിനെന്താ, നിങ്ങൾ സീരിയസ് ആയി തന്നെ ജോലി ചെയ്തു. അപ്പൊ കേണൽ, അതിനർത്ഥം നിങ്ങളുടെ കഥ എനിക്ക് വെറുതെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല ടെൻസൺ, നിങ്ങൾ ഒരു നിഗൂഢത നിറഞ്ഞ വ്യക്തി കൂടിയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്? അപ്പൊ ഗ്രാൻഡ് പാ എവിടെയും തട്ടിക്കാണ്ട് പറയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാൻ കഴിയില്ല കേണൽ. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഞാൻ ക്യാമ്പിങ്ങിലായിരുന്നു എന്ന് തറപ്പിച്ച് പറയാണ് ഗ്രാൻഡ് പാ കേണലിനോട്. അപ്പൊ കേണൽ, എന്നാ ശരി, ഇങ്ങനെ തന്നെയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കെങ്കിൽ എന്റെ ഒപ്പം വരൂ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബെന്നിനെയാണ്. ബെന്ന് പറയാണ്, ഞാൻ എന്ത് പൊട്ടനാണ്, എനിക്ക് ശരിക്കും വഴിതെറ്റി. പിന്നെ ഈ കുന്ത്രാണ്ടം എന്റെ കയ്യിൽ നിന്ന് മാറ്റാനും പറ്റുന്നില്ല. അപ്പൊ ബെൻ മേലെ നിന്ന് വീണ്ടും എന്തോ ഉൽക്ക പോലെ വീഴുന്നത് കാണാണ്. അത് ഏതോ ഒരു സ്ഥലത്ത് അത് വീണപ്പോ തന്നെ ക്ലോക്കിംഗ് സിസ്റ്റം ഓഫ്ലൈൻ, ഫീലിംഗ് ട്രാൻസിൽ ബബിൾ എന്നൊക്കെ കമാൻഡ് വരുന്നുണ്ട് അതിൽ നിന്ന്. പിന്നെ കാണിക്കുന്നത് ഹീറ്റ് ബ്ലാസ്റ്റിന് ഞണ്ടിന്റെ കാല് വന്ന പോലത്തെ ഒരു സ്ഥാനത്തെയാണ്. അപ്പൊ വീണ്ടും കമാൻഡ് പറയാണ്, ലോഡിംഗ് കംപ്ലീറ്റഡ്. എന്നിട്ട് ആ സാധനം നമ്മുടെ എർത്തിനെ കളിയാക്കാണ്, എന്തൊരു പത്തറ്റിക് ആയ കല്ലാണിത്. എന്നിട്ട് വീണ്ടും കമാൻഡ് വരാണ്, സെൻസറി ആൻഡ് കമാൻഡർ സിസ്റ്റം അഡ്ജസ്റ്റിംഗ്. ഓംനി സിഗ്നൽ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അത് അടുത്തുണ്ടെന്നും പറഞ്ഞ് ആ സാധനം കാട്ടിക്ക് ഓടിപ്പോവാണ്. പിന്നെ കാണിക്കുന്നത് മറ്റേ സോൾജേഴ്സിനാണ്. ഇത് എന്താണെന്ന് അറിയാൻ ഇങ്ങനെ തെരഞ്ഞു നടക്കുന്നതാണ്. എല്ലാരും ഫോർമേഷനിൽ തന്നെ നിൽക്കുവോ. അപ്പൊ ആദ്യത്തെ ഒരു സോൾജർ, നിനക്ക് എന്താണ് കിട്ടിയത് ജാക്സൺ? അപ്പൊ ജാക്ക്, എനിക്ക് കിട്ടിയിട്ടില്ല സാർ, ഇവിടെ കുറെ സിഗ്നൽ സ്കാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം ക്ലസ്റ്ററുകൾ പോലെ. അപ്പൊ ആദ്യത്തെ സോൾജർ, നിന്റെ സ്കാനേഴ്സിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇവിടെ എന്തോ ഉണ്ട്. എന്തായാലും നമ്മൾ വെറും കൈയോടെ തിരിച്ചു പോകാൻ പോകുന്നില്ല. അപ്പൊ ബെൻ അവിടെ മരത്തിന്റെ ബാക്കിൽ ഒളിച്ചു നിന്നിട്ട് പറയാണ്, കമോൺ ബെൻ, നിന്നെ കൊണ്ട് ഇത് സാധിക്കും, 1 2 3 എന്നും പറഞ്ഞ് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കാണ് ബെൻ അവിടെ നിന്ന്. അപ്പൊ ആ സോൾജേഴ്സ്, അത് അവിടെ അവനെ പിടിക്കി, ഇത് നമ്മുടെ ടാർഗറ്റ് തന്നെ ആയിരിക്കും പിള്ളേരെ, വേഗം ഓട്. അപ്പൊ ഓടുന്നതിന്റെ ഇടയിൽ ആ ഒമ്നിട്രിക്സ് വീണ്ടും ആക്ടിവേറ്റ് ആവാൻ തുടങ്ങാണ്. അപ്പൊ ബെൻ വേണ്ട എന്നും പറഞ്ഞ് തിരിയുമ്പോഴേക്കും, നോ ഇപ്പൊ വേണ്ട. അപ്പൊ സോൾജേഴ്സ്, വെയിറ്റ്,
ഇവിടെ ഒരു ന്യൂ സിഗ്നൽ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് ബെൻ കാനൺ ബോൾട്ട് ആവാണ്. ഇത് നമ്മ സാധാ കണ്ടിട്ടുള്ള കാനൺ ബോൾട്ട് അല്ല, ഇത് ഇത്തിരിയും കൂടി വൾഗർ ആയിട്ടുള്ള കാനൺ ബോൾട്ട് ആണ്. അപ്പൊ ബെൻ വേറെ ചോയ്സ് ഇല്ല, ഇനി ഇവിടെ നിന്ന് ഉരുണ്ടു പോവാന്നും പറഞ്ഞ് ബെൻ അവിടെ നിന്ന് ഉരുണ്ടു പോവാണ്. അപ്പൊ ഇപ്പുറത്ത് കേണൽ ഗ്രാൻഡ് പാനോട്, അപ്പൊ നിങ്ങൾക്ക് എന്റെ പ്രശ്നം മനസ്സിലാകുമല്ലേ? ഏതെങ്കിലും സാധാരണക്കാർ ഈ ഓപ്പറേഷൻ കണ്ടാൽ അത് വലിയൊരു പ്രശ്നമാണ്. പക്ഷെ നിങ്ങൾ വെറും ഒരു സാധാരണക്കാരൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഗ്രാൻഡ് പാ, അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ ഇവിടെ ക്യാമ്പിന് വന്നതാണെന്ന്. അപ്പൊ പുള്ളി, ഓ എനിക്കറിയാം, നോക്ക് ഈ വിജനമായ കാട്ടിൽ നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല. അതിൽ ഞാൻ ഇടപെടേണ്ട കാര്യവും ഇല്ലെന്ന് എനിക്ക് അറിയാം. അപ്പൊ ഗ്രാൻഡ് പാ, നിങ്ങൾ എന്നെ വിശ്വസിക്കണം, ഞാൻ ഇവിടെ അറിയാതെ വന്നു പെട്ടതാണ്. എനിക്ക് എന്റെ അറിവിലേക്ക് പോയാൽ കൊള്ളാവുന്നുണ്ട്, അത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ. അപ്പൊ പുള്ളി, നിങ്ങളെ അത് അനുവദിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ബാക്കിൽ നിന്ന് കേണൽ, നിങ്ങൾ ഇത് കാണണം, കളാനയുടെ യൂണിറ്റിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കേണൽ, എന്ത്, അവർ ടാർഗറ്റിനെ കണ്ടോ? അവർക്ക് അത് ഫുള്ളായി ഉറപ്പ് ആയിട്ടില്ല, പക്ഷെ അവർ അതിന്റെ പുറകെ തന്നെയുണ്ട്. എന്തോ ആ കാട്ടിലുണ്ട്, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട മിസ്റ്റർ ടെനിസൺ, എനിക്ക് നിങ്ങളെയായി കളിച്ചു നിൽക്കാൻ സമയമില്ല. എന്നിട്ട് പുള്ളി വേറെ ഒരു സോൾജറിനോട്, ഇത് വാങ്ങ്, കമാൻഡ് സെന്ററിൽ വെച്ച് എന്നെ കാണുക, പിന്നെ ഗലാവാട്ടുമായി വീണ്ടും എന്നെ കണക്ട് ചെയ്യുക, പിന്നെ നമ്മുടെ ഈ ഗസ്റ്റിനെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പൊ ഗ്രാൻഡ് പ പറയാണ്, കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയാണല്ലോ. എന്നിട്ട് ആ സോൾജേഴ്സിനെ കാണിക്കാണ്, അവർ എല്ലാരും എടുത്തു നിൽക്ക്, എപ്പോ വേണമെങ്കിലും വെടിവെക്കാൻ റെഡി ആയിക്കോ. എന്നിട്ട് അവർ വീണ്ടും ജാക്സണോട് ചോദിക്കുകയാണ്, നിന്റെ റീഡിങ്സ് എന്താണ് കാണിക്കുന്നത്? അപ്പൊ ജാക്സൺ എടുത്ത് തറയി. പെട്ടെന്ന് മറ്റേ ഒമ്നിട്രിക്സിനെ പിടിക്കാവുന്ന ഏലിയൻ അങ്ങോട്ട് വരാണ്. ഇവർ ഒന്നും നോക്കുന്നില്ല, തുരുതുര വെടിവെക്കാണ്. അപ്പൊ ആ ജീവി ഓർ റോബോട്ട് പറയാണ്, അപ്പൊ നിങ്ങളല്ലേ ഇവിടത്തെ ലൈഫ് ഫോം? അപ്പൊ ആ പട്ടാൾക്കാർ എല്ലാവരും അവനെ പിടിക്കുക. അപ്പൊ ആ ജീവി, ചെറിയ അറ്റാക്ക് എന്നെ ആവേശപ്പെടുത്തുന്നു, എന്റെ പവറിനെ നിങ്ങൾ എങ്ങനെ നേരിടുമെന്ന് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് ആ ജീവി ഇവരെ അറ്റാക്ക് ചെയ്യാണ്. ഓരോരുത്തരെയും പീസ് പീസാക്കാണ് അവന്റെ ആ കൈ വെച്ച്. എന്റെ ഒരു നിഗമനം വെച്ച് ഈ മിഷൻ ക്യുക്കായിരിക്കും, പക്ഷെ വേദനക്ക് ഒരു കുറവും ഉണ്ടാവില്ല. അപ്പൊ ഇപ്പുറത്ത് ബെൻ കാനൺ ബോൾട്ടായി എവിടെയോ എത്തി. എന്നിട്ട് ബെൻ പറയാണ്, വേറെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് ഇത് വെച്ച് പോവാൻ നല്ല ഒരു വഴിയാണ്. അപ്പൊ ഇപ്പൊ ഞാൻ എവിടെയാണ്? പെട്ടെന്ന് ബാക്കിൽ നിന്ന് നല്ല ശക്തമായി ഒരു ലൈറ്റ് അടിക്കുകയാണ്. ബെൻ നോക്കുന്നുണ്ട് അത് എന്താണെന്ന്. പിന്നെ നോക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്, അത് ഗൻ അവരുടെ വണ്ടിയെടുത്ത് ഇവനെ ഇടിച്ചു കൊല്ലാൻ വരുന്നതാണെന്ന്. ഇത് ഏതോ ഏലിയൻ ആണെന്ന് വെച്ച്. അപ്പൊ ഗൻ പറയാണ്, ഇവിടെ ഒരു ഏലിയനും ഈ പ്ലാനറ്റ് കീഴടക്കാൻ ഞാൻ ജീവനോടെ ഉള്ളപ്പോ അത് നടക്കൂല എന്നും പറഞ്ഞ് അവനെ ഇടിച്ചു കൊല്ലാൻ പോണു എന്നും കാണിച്ച് ഈ ഇഷ്യൂ 2 ഇവിടെ എത്തിയാണ്. വേറെ ഇഷ്യൂ ഒന്നും ഇറങ്ങിയിട്ടില്ല. ഇറങ്ങുമ്പോൾ അപ്പൊ തന്നെ കാണാനായി ഈ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത ഇഷ്യൂവിനായി ആരൊക്കെ വെയിറ്റിംഗ് ആണ് നിങ്ങൾ കമന്റും ചെയ്യുക.